നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് 2025 മാർച്ച് 9 മുതൽ ഇവിടെ പറയുന്ന 7 ദിവസക്കാലം കൊണ്ട് കുറേയധികം നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം തേടി വരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇവരുടെ ജീവിതത്തിൽ വരുന്ന 7 ദിവസത്തിനുള്ളിൽ വളരെയധികം മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നൊരു സമയമാണ്. ധനപരമായിട്ടുള്ള ഒത്തിരി ഉയർച്ചകളാണ് ജ്യോതിശാസ്ത്രപ്രകാരമായിട്ട് കാണപ്പെടുന്നത്. തികഞ്ഞ ഈശ്വര വിശ്വാസപ്രിയരായിട്ടുള്ള ഈ നക്ഷത്ര ജാതകർക്ക് ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളം ലഭിച്ച് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ലഭിക്കുന്ന സമയമാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിച്ച് വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്രം അശ്വതി നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിൽ വളരെയധികം ഭാഗ്യാനുഭവത്തിലൂടെയാണ് അശ്വതി നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. 7 ദിവസക്കാലം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ലോട്ടറി ഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാർ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക, കുടുംബദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നടത്തുക. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് വഴിതെളിക്കുന്നൊരു സമയമാണ്. നിങ്ങൾക്ക് ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള സമയമാണിത്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക, ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിരിക്കും. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയുന്നതായിരിക്കും. ഈ സമയം അവർക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളുണ്ട്. ധാരാളം മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങൾ ഒരിക്കൽ പോലും ലോട്ടറി എടുക്കാത്ത വ്യക്തികളാണെങ്കിൽ ഈ ഒരു 7 ദിവസ കാലയളവിൽ ഒരു ലോട്ടറി ഒന്ന് എടുത്ത് നോക്കുക. കാരണം മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങളും ജീവിതത്തിൽ തുണയ്ക്കുന്നൊരു സമയമാണ്. നിങ്ങൾക്ക് ഭാഗ്യം അനുഭവിക്കുവാനുള്ളൊരു യോഗം ഈ സമയങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനു വേണ്ടി ഒന്ന് പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം നല്ലൊരു വഴിത്തിരിവുണ്ടാകുവാനുള്ള സാധ്യതകളും കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ശിവക്ഷേത്രങ്ങളിലെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് ശിവന് ദാനം സമർപ്പിക്കുക. അതുപോലെ തന്നെ ഭസ്മാഭിഷേകം നടത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. ധാരാളം മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നൊരു സമയമാണ് നിങ്ങൾക്ക് വരുന്ന 7 ദിവസക്കാലം കൊണ്ട്. നിങ്ങൾക്ക് സ്വപ്നതുല്യമായ ഒത്തിരി നേട്ടങ്ങളും വിജയങ്ങളും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഉയർച്ചയുടെ ഒരു സമയമൊക്കെയാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. രോഹിണി നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവത്താൽ അതിസമ്പന്നമായ ഒരു സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി ഭാഗ്യാനുഭവത്തിൻ്റെ ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യങ്ങളും അതുപോലെ തന്നെ തൊഴിലിൽ നേട്ടങ്ങളും പുതിയ തൊഴിലവസരങ്ങൾ ജീവിതത്തിൽ തേടി വരുവാനുമുള്ളൊരു സമയമാണിത്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ നിങ്ങൾക്ക് ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള നേട്ടത്തിലേക്കാണ് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുന്നത്. ഉറപ്പായും നിങ്ങൾ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക, സർപ്പക്കാവുകളിൽ നൂറും പാലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഉറപ്പായും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ് നിങ്ങൾക്ക്. ഈ സമയം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ആകുലതകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നേറുവാൻ കഴിയുന്നതായിരിക്കും. എന്തുതന്നെയാലും ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാനുമുള്ള യോഗങ്ങൾ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് തെളിഞ്ഞു നിൽക്കുന്ന സമയമൊക്കെയാണ്. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ മകയിരം നക്ഷത്ര ജാതകരാണ്. ലോട്ടറി ഭാഗ്യത്താൽ അതിസമ്പന്നമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഈ മകയിരം നക്ഷത്ര ജാതകർക്ക് ഈ സമയം സഞ്ചരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നൊരു സമയമാണ്. ഒത്തിരി ധനാഭിവൃദ്ധികളും ധനാഐശ്വര്യങ്ങളും ജീവിതത്തിൽ തേടി വരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവൃത്തിക്ക് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. ഇവർക്കും സ്വപ്നതുല്യമായ മാറ്റങ്ങളാണ് ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ കഴിയും. ഗ്രഹനിർമ്മാണമൊക്കെ തുടങ്ങി വെക്കുവാൻ കഴിയുന്ന സമയമാണ്, പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സമയമാണ്. മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുക തന്നെ ചെയ്യുന്നതായിരിക്കും. ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക, ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും ജീവിതത്തിൽ ധാരാളം ലഭിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്നുള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്ന സമയമൊക്കെയാണ്. ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും. വലിയ തോതിലുള്ള സമ്പന്നതയൊക്കെ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ചൈതന്യങ്ങൾ കൊണ്ടും കഴിയുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങൾക്ക് ധനാഭിവൃദ്ധിയും ധനാഐശ്വര്യങ്ങളൊക്കെ ധാരാളം ലഭിക്കുന്ന ഈ സമയം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. ജീവിതത്തിൽ ഒത്തിരി ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത്
പുണർതം നക്ഷത്ര ജാതകരാണ്. പുണർതം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും സാമ്പത്തിക ഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്കുറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഈ സമയങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ മനസ്സിലെ വിഷമങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിരിക്കും. ക്ഷേത്രങ്ങളിൽ വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാതിരിക്കുന്ന ഒരു കാര്യസിദ്ധി എടുത്തതിന് ശേഷം അതൊക്കെ നടത്താതിരിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾ പൂർത്തീകരിക്കേണ്ട ഒരു സമയമാണ്. കാരണം നമുക്ക് ഈശ്വര അനുഗ്രഹത്തിൻ്റെ ഒരു സമയമല്ലേ. അപ്പോൾ നമ്മൾ ഈശ്വരൻ്റെ പ്രീതികരമായിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും. അടുത്ത അത്തം നക്ഷത്ര ജാതകരാണ്. അത്തം നക്ഷത്ര ജാതകർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു സന്തോഷ വാർത്ത ജീവിതത്തിൽ തേടി വരുന്ന സമയമാണ്. അത് വിദേശത്താലും ശരി സ്വദേശത്താലും ശരി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളും സന്തോഷ വാർത്തകളും ശ്രവിക്കുവാനുള്ള ഒരു ഭാഗ്യങ്ങളും യോഗങ്ങളും ഈ സമയമുണ്ട്. അതുകൊണ്ട് ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന സമയമാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന സമയമാണ്. അടുത്ത ചിത്തിര നക്ഷത്ര ജാതകരാണ്. ഇവർക്കും ഭാഗ്യാനുഭവത്തിൻ്റെ ഒരു വർഷമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അകന്ന് സമ്പൂർണ്ണ വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നൊരു സമയമാണ്. നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണങ്ങളൊക്കെ ഈ സമയങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അകന്ന് നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും സാമ്പത്തിക ഉയർച്ചയിലേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ടെത്തിക്കുവാൻ കഴിയുന്നൊരു സമയമാണ്. എല്ലാവിധമായ സൗഭാഗ്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിൽ ഭാഗ്യാനുഭവത്താൽ അതിസമ്പന്നമായൊരു സമയമാണ് ഈ വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം സഞ്ചരിക്കുന്നത്. നിങ്ങൾ ഒരു ലോട്ടറി എടുത്താൽ പോലും നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഈ അനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും കുടുംബ ദേവീ ദേവന്മാരുടെ അനുഗ്രഹങ്ങളൊക്കെ ധാരാളം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. വരുന്ന 7 ദിവസക്കാലം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങളും വലിയ രീതിയിലുള്ള സമ്പത്തും നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഈ സമയമുണ്ട്. അടുത്ത അനിഴം നക്ഷത്ര ജാതകരാണ്. ഇവർക്കും കാര്യവിജയത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ പൂർണ്ണമായും അകന്നു പോകുന്ന സമയമാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ധാരാളം സൗഭാഗ്യവും ജീവിതത്തിൽ ഉയർച്ചയൊക്കെ ഈ സമയം ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ സകലവിധമായ ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന് നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും സാമ്പത്തിക ഐശ്വര്യത്തിലേക്കും നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് കൊണ്ടെത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. ഉറപ്പായും വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഈ കാലഘട്ടം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് മാറ്റങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഔട്ടം നക്ഷത്ര ജാതകരാണ്. ഇവർക്കും ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങളൊക്കെ പൂർണ്ണമായും അകന്ന് ജീവിത ഉയർച്ചകൾ ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾക്ക് ഈ സമയം ഭാഗ്യദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ തേടി വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറാവുക. ഈശ്വരൻ്റെ ചൈതന്യങ്ങളും കൃപാകടാക്ഷങ്ങളും നിങ്ങൾക്ക് ഒത്തിരി ലഭിക്കുന്ന സമയമൊക്കെയാണ്. തിരുമുറ്റത്ത് ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക, ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. എല്ലാവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. അടുത്തത് ചതയം നക്ഷത്രമാണ്. ഈ നക്ഷത്ര ജാതകർ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുക, വിഷ്ണുവിന് പായസ നേർച്ച നേരുക. എല്ലാവിധമായ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ ഉയർച്ചകളും നിങ്ങൾക്കുണ്ടാകുന്ന സമയമാണ്. 7 ദിവസക്കാലം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ലോട്ടറി അടിക്കുവാനുള്ള സാധ്യതകളൊക്കെ നിങ്ങൾക്ക് ഈ സമയം തെളിഞ്ഞു നിൽക്കുന്നു. വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും ധനൈശ്വര്യങ്ങളുമാണ് ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പോകുന്നത്. ഉയർച്ചയുടെ ഈ കാലഘട്ടത്തെ നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക.